കാലടി സർവകലാശാല വിദ്യാർത്ഥി സമരത്തിൽ പ്രതികരിച്ച് താൽക്കാലിക വിസി ഡോക്ടർ സിസ തോമസ്. വിദ്യാർത്ഥികൾ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുവരികയാണ്. അടിയന്തരമായി പരിഹാരം കാണേണ്ട കാര്യങ്ങൾ സമരക്കാരോട് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ല. ജോലി ചെയ്യാൻ തന്നെ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യുമെന്നും സിസ തോമസിന്റെ ചോദ്യം. അല്ല, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ പറ്റുന്നത്ര അതിന് സൊല്യൂഷൻസ് കണ്ടെത്തുന്നുണ്ട്. അതൊന്നും ഇല്ല എന്നല്ല, അത് ആ റീസൺ ആയിരുന്നെങ്കിൽ അവരെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരു 4 കാര്യം പറഞ്ഞു തരും. ഒരുപാട് കാര്യമുണ്ടെന്ന് പറയുമ്പോൾ 4 കാര്യം പറഞ്ഞു തരൂ എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഈ ആഴ്ച കൊണ്ട് ചെയ്യാം. അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പോലും അവരുടെ കയ്യിൽ പോയിന്റ്സ് ഇല്ല. ഒരുപാട് കാര്യമുണ്ട് മാം, എല്ലാ ദിവസവും ഇവിടെ വരണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതല്ലേ വേണ്ട. അതിനുള്ള കാര്യങ്ങൾ, മിനിമം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അനുഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതൊന്നും ഇല്ല. ചെയ്യിക്കരുത് എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? റാംഷാ CP ഉണ്ട്. റാംഷാ പറയൂ, എന്താണ് ഈ കാലടി സർവകലാശാലയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? കാലടി സർവകലാശാലയിൽ വിസിയും വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് SFIയുമായുള്ള ഒരു സംഘർഷം തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അവരുമായി തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. നിരവധി വിദ്യാർത്ഥി പ്രശ്നങ്ങളാണ് SFI മുന്നോട്ട് വെക്കുന്നത്. അതിൽ 24 ദിവസമായി ആ ക്യാമ്പസിനകത്ത് SFI ഒരു അനിശ്ചിതകാല സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിന്റെ ഭാഗമായി 18ഓളം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് SFI മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ VC പറയുന്നത് അത്തരത്തിൽ ഒരു പ്രശ്നവും ക്യാമ്പസിനകത്തില്ല എന്നതല്ല. പക്ഷേ SFI സമരവുമായി വന്നപ്പോൾ, SFI ചർച്ചയ്ക്കെത്തിയപ്പോൾ ആ പ്രശ്നങ്ങൾ എണ്ണമിട്ട് പറയാൻ പറയുമ്പോൾ SFIക്ക് പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സമരം പോലും ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല എന്നതാണ് VC. SFI കഴിഞ്ഞ ദിവസം ഒരു സമരം നടത്തിയിരുന്നു. അത് ചില പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് പത്രവാർത്ത എന്നത് SFI അവിടെ VCയുടെ, അതായത് സിസ തോമസിന്റെ ഒരു പ്രതീകാത്മക ശവസംസ്കാരം നടത്തി എന്നതായിരുന്നു. പക്ഷേ അതിൽ വിശദീകരണവുമായി ഇപ്പോൾ SFI തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ല. ആ ലൈറ്റുകൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിയേറ്ററിൽ ലൈറ്റുകൾ വേണം. ആ ലൈറ്റുകൾ ഉൾപ്പെടെ ഇല്ലാത്തത് കൊണ്ട് അത് പ്രവർത്തനരഹിതമാണ് എന്ന് കാണിച്ചുകൊണ്ട് ആ ലൈറ്റുകളുടെ ഒരു ശവസംസ്കാരം എന്ന നിലയിലാണ്, പ്രതീകാത്മകമായ ശവസംസ്കാരം എന്ന നിലയിലാണ് അവതരിപ്പിച്ചത്. പക്ഷേ അത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്നതാണ് SFI പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 25 ദിവസമായി കാലടി സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം